ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അങ്ങനെ നീണ്ട വർഷങ്ങൾക്ക് ശേഷം മാസങ്ങൾക്ക് ശേഷം ഞാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ഇത്രയും കാലം വരാതിരുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് കറക്റ്റായിട്ടുള്ള ഉത്തരമില്ല. കഠിനമായ ദരിദ്രം മൂലമായിരുന്നു ഗൈസ്. അങ്ങനെ വിശേഷിപ്പിക്കാൻ കൂടുതലായിട്ട് നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. എൻ്റെ ഇടയ്ക്ക് ഒരു ആരെ ഫോം വെച്ച് പാടത്തിങ്ങായോട്. അപ്പോൾ എന്തായാലും ഇന്നൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു അടിപൊളി കിടുക്കൻ വീഡിയോ ആണ് നിങ്ങൾ ഗൈസ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ, അതായത് ഞാൻ നമ്മളെ ജംഷിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജംഷി ആരാ എന്നറിയാത്തവർക്ക് വേണ്ടി എൻ്റെ സ്വന്തം ഭാര്യയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഈ ഒരു അങ്കത്തട്ടിലേക്ക് കുറിച്ചുകൊണ്ട് നമ്മൾ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കിടുക്കൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കിടുക്കാച്ചി വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ കാണാത്ത അടിപൊളി സർപ്രൈസ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നീ ഇതിനു മുമ്പ് ചെയ്ത കുറേ വീഡിയോസൊക്കെ അല്ലടോ അതിൽ നിങ്ങൾ കണ്ട് ചടച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഗൈസ്, ഇനി മുതൽ കിടുക്കൻ വീഡിയോസ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ ഫാമിലി റിലേറ്റഡുള്ള ഒരു പ്രത്യേക സർപ്രൈസ് ആയ കാര്യം ഗൈസ് നിങ്ങളെ കാണിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നേരെ നമ്മൾ അവളുടെ വീട്ടിലേക്ക് പോയിട്ടോ കാണാം ഗൈസ്. ഇതെടുക്കാൻ പോണ്ടേ? പറ എടുക്കാൻ പോണ്ടേ? തേനീച്ച കൂടെ നമുക്ക് കാട്ടി കൊടുക്കണ്ടായിരിക്കും. അല്ല അജ് ഇന്ന് എവിടുക്ക പോണ്ട് എന്ന് പറഞ്ഞ ഇജ് എന്തിനാ മാറ്റിക്കാണ്ട് എവിടുക്ക പോണ്ട്? പുതിയ കുപ്പായിക്കൊന്ന് കാണട്ടെ. എന്താണ്? ഇതാണ് തേനീച്ചകൾ. പണിയിട്ടുണ്ടോ? എങ്ങനെ കാത് കുത്തല്? കാത് കുത്തുന്ന പെണ്ണെ എന്റെ എവിടെ കാതുക്കുണ്ട്? എവിടെ കാതുക്കുന്ന എന്റെ എവിടെ കാത്തുണ്ട്? ഇവിടെ ഒരു വെടി വെക്കട്ടോ. ചുമ്മാ അടോ പറഞ്ഞോ. കയ്യിൽ പിടിച്ചു എന്തേ സംഭവിച്ചു? ഇപ്പൊ കണ്ണാടിയുടെ കമ്മലിട്ടോ? കമ്മലിട്ട് കമ്മലിട്ടേ കേട്ടോ. കമ്മലിട്ടൊക്കെയാണ് കമ്മലൊക്കെ കണ്ണാടി കമ്മലിനെ കാണണ്ട. കാറിന്റെ കളറോ ഏയ് കാത് കുത്തിയ പെണ്ണാടാ. കാത് കുത്തിയന്റെ വേദന എനിക്ക് കാത്തിയപ്പോ വേദനയോ? മിണ്ടാത്തേ എന്താ മിണ്ടാത്തേ?
ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇവിടെ നിങ്ങൾ ഒരാളെ കണ്ടോ? നിങ്ങൾ ഇതിന് മുമ്പ് കുറേ മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ ആദ്യമായി 6ാമത്തെ മാസമാണ് പ്രഗ്നൻ്റായി. ഞങ്ങളുടെ ഉമ്മയും രണ്ടരുടെ ഉമ്മയും അറിഞ്ഞൊരു വ്ളോഗ് ചിലപ്പോൾ എനിക്ക് ഗേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം ഞങ്ങളൊരു ഫാമിലി വ്ളോഗുമായി ആദ്യമായിട്ടാണ് വരുന്നത് ഗേസ്. ഇപ്പോൾ എത്ര മാസമായി പറയോ? 9 മാസമായിരിക്കുകയാണ് ഗേസ്. അടുത്ത 13-ാം തീയതി ഡേറ്റ് പറഞ്ഞിരിക്കുകയാണ്. ഏതാനും ഒരു 10 ദിവസങ്ങൾ മാത്രം ഇനി ബാക്കി നിൽക്കവേ ഞങ്ങൾക്ക് ഒരു കുട്ടിയും കൂടി വരാനിരിക്കുകയാണ് ഗേസ്. ഞങ്ങൾ രണ്ടോളം ചിമ്മുവിനെ ഓളെ വീട്ടിലാക്കിക്കൊണ്ട് നേരെ ഇന്നലെ രാത്രി ഹോസ്പിറ്റലിൽ പോയിരുന്നു. രക്തം കുറവാണെന്ന് പറഞ്ഞ് മരുന്ന് കയറ്റാൻ വേണ്ടി വന്നതായിരുന്നു. അങ്ങനെ ഈ പെണ്ണ് ഇതാ പറയാൻ പോവുകയാണ്. ഒരു ആൺകുട്ടിനെ എനിക്കൊരു പെൺകുട്ടിനെ തരിക, മര്യാദക്ക് ഒരു പെൺകുട്ടിനെ തന്നോ? ഇങ്ങനെ അടക്കത്ത് ഞാൻ അടിച്ചു മുറിക്കണം. ആൺകുട്ടിയെ വേണ്ടില്ല പെൺകുട്ടിയെ വേണ്ടില്ല, ഏതെങ്കിലും ഒരു കുട്ടീനെ തന്നാൽ മതി. പിന്നെ കേസ് അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടുന്ന് പിന്നെ എന്താ പരിപാടി, ഞങ്ങൾ നേരെ ഇവിടുന്ന് പോവാണ്. അപ്പോൾ ചിമ്മുണ്ട്. ഇതിപ്പോൾ എൻ്റെ വീട്ടിലല്ല കേട്ടോ, എൻ്റെ വീട് എന്ന് പറഞ്ഞാണ്ട് ഞങ്ങൾ നേരെ റബ്ബർ തോട്ടം അങ്ങനെ കുറച്ച് ആകെ അലമ്പായി കിടക്കണം. ഇവിടെ കണ്ടാൽ എന്താടിയും ഇത് അടിച്ചു വരാത്തേ? എൻ്റെ പേരാകുമ്പോൾ എനിക്കെല്ലാം ഒരു ബോധമില്ലല്ലോ എനിക്ക് തീരെ. അപ്പോൾ ഗേസ് ഞങ്ങൾ നേരെ ഇവിടുന്ന് പോകണേ. വാ, ഈ ബൈക്കിലാണ് ഞാൻ ഗേസ് ഞങ്ങൾ പോകുന്നത്. ഗായ്സ് അങ്ങനെ ഞങ്ങൾ ജമീലയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ജമീലയല്ല, ജംസീലയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഗേസ്. ഇന്ന് ഒരു ബൈക്കിൽ ഒരു കാമുകിയും ഒരു കാമുകനും കൂടിയും പോയിക്കൊണ്ടിരിക്കുകയാണ് ഗേസ്. എന്താണ് പുതിയ വിശേഷങ്ങൾ പറയാനുള്ളത്? അല്ല എന്താ പറയാത്ത കുറെ കാലമല്ല പെറും നിൽക്കൽ തുടങ്ങിയിട്ട്. പിന്നെ ഇവിടെ ആരും പറയാത്തത് മാത്രമേ ഉള്ളൂ പറഞ്ഞ്. ഏതായാലും ഗേസ് അങ്ങനെ ഞങ്ങൾക്ക് ഒരു കുട്ടിയും കൂടി വരാൻ പോവുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് സംഭവിക്കുന്നതായിരിക്കും. എന്തായാലും ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ചിമ്മുണ്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചിമ്മുന് ഐസ്ക്രീമൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഗേസ്. വീട്ടിലെത്തിയിട്ട് കാണാം. ഫുള്ളിന് ഗേറ്റാണ്, അല്ല ഫുള്ളിന് വെയിലാണ്. തുറന്നുകൂടി. ഹലോ താത്ത, അവിടെ ആളില്ല? എത്ര മുത്തമായി വന്ന വഴി വീട് രക്ഷപ്പെട്ടു. ചിമ്മുവാ എന്തോ കണ്ടിട്ട് അല്ലോ ഇന്റെ കുട്ടി ചോറ് വെച്ച കഞ്ഞി കുടിച്ച കഞ്ഞി കുട്ടിച്ചോ? എന്താണ് പരിപാടി? കഞ്ഞി കുടിച്ചു കഴിഞ്ഞാ? ഇതെത്താ ഇതെന്താ വെളിച്ചെണ്ണ? അപ്പൊ 3 കിട്ടിയ. അപ്പൊ ഇത് എന്താ പറഞ്ഞേ? എവിടെ? പോയി വേഗം പോയിക്കൊണ്ടേ, ഓടിക്കൊണ്ടേ. എവിടെ പൈനാപ്പിള്? എവിടെ? ഇതാ പൈനാപ്പിള്? ഇതെന്താ ചേച്ചിണ്ട്? ഇത് മെഷീന്. ഈ മെഷീനിലിട്ട് കാണ്ടേ എന്താ കാട്ടുക? മെഷീനിലിട്ട് ജ്യൂസ് അടിച്ചോ? ഞാൻ കാട്ടിത്തരാം. ഞാൻ കാട്ടിത്തരാം. ഇന്നലെ ഞങ്ങളിട്ട് കാണാൻ പോന്നില്ലേ? ഞങ്ങളിട്ട് കാണാൻ പോന്നില്ലേ? എന്തിനാ പോകുന്നത്? വെറ്റിലെടുക്കാനാ? വെറ്റിലെടുക്കാൻ മുക്കുണ്ടോ? ഞാൻ നിന്നട്ടെ. എനിക്ക് കണ്ടോ?
ഉറങ്ങിയോ ഇന്നലെ ഒറ്റക്കല്ല ഉറങ്ങിയത് അവനക്ക് ഉമ്മച്ചിനെ ഇപ്പച്ചിനെ ഓർമ്മ വന്നില്ലേ എന്നിട്ട് എന്താ ഞങ്ങൾക്കൊന്ന് വിളിച്ചതിന്റെ ആ ആ എന്നിട്ട് ആ തന്നോ അന്നെ കമ്മല് കാട്ടി കൊടുക്കട്ടെ കാണട്ടെ കാണട്ടെ ചെറുക്കുണ്ട് കമല ആ വലിച്ചെറിഞ്ഞോ അല്ലാ പഠിച്ചോനെ എന്താ അങ്ങനെ വലിച്ചെറാനുള്ള കാരണം അങ്ങനെ വലിച്ചെറാൻ പറ്റുമോ അത് വല്ലാത്ത കഥ ആരാ വലിച്ചെറിഞ്ഞ് ഉമ്മച്ചി വലിച്ചെറിഞ്ഞോ ഇതിന് മാടേജിയുടെ നമുക്ക് താഴെ കണ്ടത്തേക്ക് എടുത്തിരണം കേട്ടോ അപ്പൊ സാധാരണ പോലിന്റെ ടാങ്ക് ഇല്ല അവിടെ ഇടണം കേട്ടോ ഞങ്ങൾക്ക് പൊട്ടിയോ ഇതല്ല പൊട്ടിച്ച് ഞങ്ങൾക്ക് സത്യം പറഞ്ഞു പൊട്ടിയതാ ചിമ്മുമ്മിന്റെ സെമീബോൾ ഉണ്ടായിരുന്നു താഴത്ത് ഒരു കണ്ടത്തിലൊരു കുളം ആ കുളം പൊട്ടി കേസ് അപ്പോൾ ആ കുളത്തിന്റെ കാര്യമാണ് ചിമ്മു പറയുന്നത് ആ കുളം കാട്ടി കൊടുത്തപ്പാ കുളം കാണാൻ പോകും നമുക്ക് അപ്പൊ ആ കുളം നമ്മൾ കാണാൻ വേണ്ടി പോട്ടോ ആ കുളം ഇറങ്ങിയാല് വലിയ ആടൊക്കെ വെയിലാണ് അതൊരു വലിയ കുളമായിരുന്നു ആ കുളത്തിൽ ചിമ്മും മമ്മിയും പാടെ പോയി ചാടലുണ്ടായിരുന്നു ആ കുളം കൊട്ടി കേസ് ഇതാണ് ആ കുളം കണ്ട കുളത്തിന്റെ അടിഭാഗം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഫുള്ള് പൊട്ടി തരികടായിരിക്കുന്നു പിന്നെ ചിമ്മുവിന്റെ പടം ഒരു സാധനം ഉണ്ട് എന്താണ് ചിമ്മു ഇതിന്റെ പേര് ആ തേനീച്ചന്റെ തേനെടുക്കാൻ വേണ്ടിയിട്ട് ചിമ്മു റെഡി ആയി നിൽക്കണ്ട വല്ല തേനീച്ചക്കൂടാണ് ചിമ്മുന് തേൻ വേണ്ടേ ആ എനിക്ക് തേന വേണം അതിന്റെ ഉടി കൂടി എനിക്ക് തേനീച്ചന്റെ കുത്ത് കിട്ടുന്നത് നല്ല ശ്രദ്ധിച്ചാണ്ടിട്ടാ കുത്തി കിട്ടി കഴിഞ്ഞാലേ ചന്തിക്ക് കുത്താൻ കിട്ടി കഴിഞ്ഞാൽ പറമ്പിൽ കൂടി ഓടിയിട്ട് രക്ഷപ്പൊടിച്ച് മനസ്സിലായോ തലമണ അടിച്ചിട്ട് എത്തിയിട്ടുണ്ടോ അപ്പൊ എല്ലാവർക്കും ഡാറ്റെടുത്താ പിന്നെ ചിമ്മുന്റെ അമ്മച്ചിക്ക് പുതിയ കുഞ്ഞുണ്ടാവാണ് അതായത് അടുത്ത ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് വ്ളോഗ് ഉണ്ടായിരിക്കുന്നതാണ് ഗേസ് അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പറയാം എല്ലാവർക്കും ലൈക്ക് അടിച്ചെടുത്താ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി അടുത്ത കാണാം ബൈ ബൈ ടാറ്റ എടുത്താ ടാറ്റാ